ഹായ് ഹലോ നമസ്കാരം. റൂട്ട് കഫേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വിഷുവാണ്. വിഷുവിൻ്റെ തലേ ദിവസം നമ്മളിപ്പം കണി ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിവിടെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞങ്ങളിപ്പം കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് ഇനി ഇവിടെ ഞങ്ങൾ കണി ഒരുക്കാൻ പോവുകയാണ്. അപ്പം കണി ഒരുക്കിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് നമ്മളിപ്പം കിടന്നുറങ്ങും. അതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നാളെ രാവിലെയാണ്. അപ്പോൾ എല്ലായിടത്തും കാരണവന്മാരാണ് കണി വെക്കുന്നതെങ്കിലും ഈ പ്രാവശ്യം ഇവിടെ ഞാനാണ് വെക്കുന്നത്. അതെ അതെ, ഈ പ്രാവശ്യം നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി വെക്കുകയാണ്. കണി ഒരുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പം ഒരു ഓൾമോസ്റ്റ് എല്ലാവരും കണി വെക്കേണ്ട രീതി എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കണി വെക്കേണ്ട രീതി ഒന്നും കാണിച്ചു തരുന്നൊന്നുമില്ല, എല്ലാം വെച്ചതിന് ശേഷം കാണാം. കണിക്കൊന്നയൊക്കെ കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ പറിച്ചു. കാരണം ഇതുണ്ടോ കണിക്കൊന്നയൊക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒന്നും കണിക്കൊന്ന കിട്ടത്തൊന്നുമില്ല. അപ്പോൾ ഇന്നലെ തൊട്ടേ ഇവിടുത്തെ കച്ചവടക്കാരാകട്ടെ എല്ലാവരും പറിച്ചുകൊണ്ട് പോയിട്ട് ഫ്രിഡ്ജിലെല്ലാം വെച്ചിരിക്കണം. നമുക്ക് അന്നേരം ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ നമുക്കൊരു മടിയായതുകൊണ്ട് നമ്മൾ രാവിലെ പറിച്ചു ഇവിടെ വെച്ചു. ഇന്നിപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒറ്റ സ്ഥലത്തും കണിക്കൊന്നയൊന്നുമില്ല, പൂവൊന്നുമില്ല, മുട്ടയിട്ട് നിൽക്കുന്ന പോലെയാണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ എല്ലാവരും പറിച്ച കൂട്ടത്തിൽ തന്നെ നമ്മളും കണിക്കൊന്നയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചക്കറിയൊക്കെ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതേ അമ്മ ഇവിടെ സൈഡിൽ നിൽപ്പുണ്ട്. എന്തി അമ്മ ഇവിടെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ വർത്തമാനത്തിലോട്ട് പോകുന്നില്ല, കണി ഒരുക്കാം. കണി ഒരുക്കിയതിന് ശേഷം മാത്രം കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വിഷു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉരുളിക്കകത്തോട്ട് നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. അരി മാത്രമല്ല നെല്ലും ഇട്ടിട്ടുണ്ട് കേട്ടോ. നെല്ല് കുറച്ച് ഇട്ടിട്ടുള്ളൂ, കാരണം നമ്മൾ നെല്ലെല്ലാം നമ്മൾ ഉറക്കകത്തോട്ട് വെക്കുന്നുണ്ട്. ഉറക്കകത്ത് നെല്ല് വെക്കുന്നുണ്ട്. എല്ലാം സ്വർണ്ണ കളറുള്ള കണികളിൽ നമ്മൾ നടക്കുന്നു. കൃഷ്ണനെ മാല ഇടിയിച്ചിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കണി തേണ്ട ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉരുളിക്കകത്ത് നാളികേരം നമ്മൾ രണ്ടായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. സാധാരണ ചില സ്ഥലങ്ങളിൽ നാളികേരം തിരിയിട്ട് കത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം നമ്മളിവിടെ നാളികേരത്തിനകത്ത് നാണയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഭഗവാന് തുളസി മാലയാണ് കേട്ടോ ചാർത്താൻ പോകുന്നത്. ഞാൻ കെട്ടിയ മാലയാണ്. കണിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളപ്പൂവും കൂടെ നമ്മൾ ഇടുവാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളപ്പൂവും കൂടെ ഇടുകയാണ്. വെള്ളപ്പൂവും കൂടെ ഇടണമെന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രം. അപ്പം നമ്മുടെ കണിക്ക് വെക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മളിവിടെ നാളെയാണ് രാവിലെയാണ് വിഷുക്കണി ദർശനം. അപ്പോൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ എണീക്കാം, കണി കാണണം, അമ്പലത്തിൽ പോകണം, വിഷുസദ്യ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ കാണാം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടിക്കുഴലൂതി ചിലുചീലേ എന്നു കിലുമും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി. അപ്പോൾ നമ്മൾ രാവിലെ കണിയൊക്കെ കണ്ടു. ഇനിയിപ്പം നമ്മളിത് കുളിച്ച് ഇനിയിപ്പം നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ വീട്ടിൽ വെച്ച് എല്ലാവരോടും ഹാപ്പി വിഷു പറയാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോയിട്ട് കാണാം. അപ്പോൾ നമ്മളിത് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പം
ആൾക്കാരൊന്നും അന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ക്രിസ്മസിന് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ചേച്ചിയും അളയനും പിള്ളേരും ഒക്കെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. അവിടെ അമ്പലത്തിലെ ഉത്സവമാണ് അവരുടെ അമ്പലത്തിൽ. അപ്പം അതൊക്കെ ഒന്ന് കൂടിയിട്ടൊക്കെ ആയിരിക്കും അവർ വരുന്നത്. അതേപോലെ തന്നെ ചേട്ടനും പേരമ്മയും പിള്ളേരൊന്നും ഇവിടെ ഇല്ല. അവരൊക്കെ ഹസന് പോയിരിക്കുകയാണ് ചേച്ചിയുടെ വീട്ടിലോട്ട്. അപ്പം കുറച്ച് പേരൊക്കെ ഉള്ളൂ. അപ്പം ആ ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് വിഷു ആഘോഷിക്കുന്നത്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന്, അതേപോലെ വിഷുക്കൈ നീട്ടം ഞാൻ രാവിലെ തന്നെ മേടിച്ചായിരുന്നു കേട്ടോ. വിഷുക്കണിയൊക്കെ കണ്ട ഉടനെ തന്നെ എനിക്കത് കിട്ടി. ആ സമയത്ത് ഞാൻ ക്യാമറയും പിടിച്ച് നിൽക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. ഇപ്പം അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെ വന്ന് ഇനിയാണ് രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. മിക്കവാറും ഇഡലി ആയിരിക്കും. ഇന്നലെ അരക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉച്ചയോടൊക്കെ കൂടെ അനുസരിച്ച് കാണാം. അപ്പോൾ വിഷു ആണെങ്കിലും ചെറിയൊരു ചടങ്ങുണ്ട്. നമ്മൾ അപ്രൂവൽ ചെയ്ത് കൊടുത്തിരിക്കുന്ന വീടിൻ്റെ ഒരു കല്ലിടിയിലുണ്ട്. അപ്പം അതിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന വീടിൻ്റെ കല്ലിടൽ കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു അമ്പലത്തിൽ ഉത്സവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് വൈകുന്നേരം നമുക്ക് പോകാനൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മുടെ ക്ലൈൻ്റാണ് അവിടെ നിൽക്കുന്നത്. അനന്തു എന്നാണ് പേര്. അനന്തുവിൻ്റെ വൈഫുമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കല്ലിടിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ചടങ്ങുകളൊക്കെ കാണാം. അപ്പോൾ ഈ സ്ഥലം വന്നിട്ട് കുടമാളൂരാണ്. കുടമാളൂർ അമ്പാടി ജംഗ്ഷൻ്റെ അവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ പ്രോജക്റ്റ്. ഇപ്പോൾ അവിടെ നടക്കുന്നത് കുറ്റിയടിക്കലാണ് കേട്ടോ. കുറ്റിയടിയിൽ കഴിഞ്ഞിട്ടാണ് കല്ലിടിയിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ കല്ലിടിയിൽ കർമ്മം ഇവിടെ നടക്കുകയാണ്. ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു. കുറേ ബന്ധുക്കാരെല്ലാം അവിടെ പൂജയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അനന്തുവിൻ്റെ വൈഫും കൂടെ ഇപ്പോൾ അവിടെ കല്ലിടാൻ പോവുകയാണ്. അവരുടെ സ്വപ്ന വീട്ടിൽ അതിൻ്റെ കല്ലിടൽ കർമ്മം നടക്കുകയാണ്. അങ്ങനെ ഒരാളുടെയും കൂടെ സ്വപ്ന ഭവനം ഇവിടെ പണി ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ കല്ലിടിയിൽ കർമ്മവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കർപ്പൂരം ഒഴിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഈ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം കർപ്പൂരമൊക്കെ ഒഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും കൂടെ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അന്നേരം ഞാനിപ്പം വിഷുവിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് നമ്മുടെ ആ ഒരു ചടങ്ങുണ്ടായിരുന്നല്ലോ, കല്ലിടുമായിരുന്നു പുതിയൊരു വീടിൻ്റെ. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ അന്നാണ് അവിടെ കല്ലിടാനുള്ള മുഹൂർത്തമൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം വന്നു. ഉച്ച സമയമായി. അപ്പം ആ സമയത്തായപ്പോഴത്തേക്ക് ഇവിടെ വിഷു സദ്യയുടെ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതേ അളിയനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം വിഷു കൈനീട്ടത്തിൻ്റെ കാര്യം മറക്കുന്നില്ല. ചോദിച്ച് പറഞ്ഞ് മേടിക്കേണ്ടി വരുമോ? ഒന്ന് വിഷു കൈനീട്ടോ. ഹാപ്പി വിഷു. ചുമ്മാ അല്ല ഹാപ്പി വിഷു. ഓ വിഷു കൈനീട്ടം. ഹാപ്പി വിഷു. അപ്പം ഇത്ര നേരം വലിയ അനക്കമൊന്നും ഇല്ലാതിരുന്നതാണ്. ഇനിയിപ്പം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ വകയായിരിക്കും കേട്ടോ ഇനി അളക്കവും കാര്യങ്ങളും എല്ലാം. ഏത് വിഷു കൈനീട്ടം തന്നില്ലേ? ഓ നിന്റെ വകയോ? ചെറിയ ചെറിയ രീതിയിലാണ് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ വലിയ രീതിയിലൊന്നും അല്ല നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. നമ്മുടെ രീതിയിൽ ചെറിയ രീതിയിലൊക്കെയാണ് വിഷു ആഘോഷിക്കുന്നത്. കണ്ട ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വിളക്കത്ത് ഇപ്പം സദ്യ വിളമ്പിയിരിക്കുകയാണ്. സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സദ്യ ഒന്നുമല്ല, ചെറിയ രീതിയിലുള്ള സദ്യ. ഹലോ ഹൈസ്, നമ്മളെ അതെ 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 ഇവിടെ ഒരാള് ഉണ്ടോ? അപ്പൊ എന്തായാലും അന്നത്തെ പോലെ വലിച്ചു ചെയ്യുമ്പോഴൊന്നുമില്ല അല്ലേ? അതെ
വിഷുവിന്റെ അന്നത്തേക്ക് വേണ്ടിയിട്ടല്ല, അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് 10-ാം പതിയത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ വിഷു സദ്യ കഴിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഞാനും ഉണ്ട്, അമ്മയുണ്ട് കേട്ടോ. ബാക്കി എല്ലാരും കഴിച്ചു. ഇനിയിപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമേ കഴിക്കാനുള്ളൂ. അപ്പൊ പിന്നെ എന്തായാലും നമ്മുടെ വിഷു സദ്യ കൂടെ കഴിക്കാം. എല്ലാവരും കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഞങ്ങൾ കഴിക്കാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ഇവിടെ വിഷു സദ്യയും കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സദ്യ വിഭവങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അവിയല്, തോരൻ, കിച്ചടി, പച്ചടി, അതേപോലെ തന്നെ മാങ്ങാക്കറി, തീയല്, ഇഞ്ചിക്കറി, പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞങ്ങളുടെ അതേപോലെ തന്നെ നമ്മുടെ പായസം ഇവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങള് ഗോതമ്പ് പായസം ഉണ്ടാക്കിയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞങ്ങള് സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് അതെ. അപ്പൊ എന്തായാലും ഇനി സഹിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പം ഞങ്ങൾ കഴിക്കട്ടെ, ബാക്കി എല്ലാവരും കഴിച്ചു. ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്തായാലും എന്ത് ചെയ്യും, നമുക്കും കൂടെ കഴിക്കാം. പപ്പടം കൂടെ അങ്ങ് പൊടിച്ച്, പപ്പടം തണുത്ത് കേട്ടോ. ഞാൻ വിളമ്പി വെച്ചിട്ട് കുറച്ച് നേരമായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പം എന്ത് ഇതുണ്ടായിരുന്നു വെച്ചാലേ, അതായത് നേരത്തെ എടുത്ത് വെച്ചിരുന്നു പപ്പടവും പരിപ്പും നെയ്യും കൂടെ കൂട്ടി അങ്ങ് ചോറങ്ങ് കഴിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് വേറൊന്നുമില്ല. അവിയല് എവിടെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ചോറുണ്ണട്ടെ. തീയല് എനിക്കിഷ്ടമുള്ള സാധനം കേട്ടോ. തീയലെന്ന് പറയും പാവയ്ക്ക വറുത്ത് കോരി പൊടിച്ച് എടുക്കുന്നതാണ് കേട്ടോ. സൂപ്പർ. അപ്പോൾ എന്തായാലും നമുക്കിനി ചോറുണ്ട് കഴിഞ്ഞ് പായസം കുടിക്കുമ്പോൾ കാണാം. അപ്പം പായസവും കൂടെയായി, പഴം കൂടെയൊക്കെ ഞാൻ റെഡി. സൂപ്പർ. പായസം സൂപ്പർ. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം ഞങ്ങളിപ്പം വീട്ടിലല്ല, ഞങ്ങളത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കരിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിലാണ്, കുടമാളൂരാണ്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞായിരുന്നു, നമ്മൾ കല്ലിടിയിൽ കർമ്മത്തിന് പോയപ്പോഴത്തേക്ക് തൊട്ടടുത്തൊരു അമ്പലത്തിലെ ഉത്സവം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഈ കരികുളങ്ങര ദേവി ക്ഷേത്രത്തിലെ കുടമാളൂർ ദേശത്തിൻ്റെ. അപ്പം ഇവിടുന്ന് ഇന്ന് ദേവി വിഷു ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് മധുരയ്ക്ക് പോകുന്ന ദിവസമാണ്. ഇവിടുന്ന് ദേവി ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 3 മാസത്തിന് ശേഷമാണ്. കർക്കിടക 1-ാം തീയതി വരത്തുള്ളൂ. ഇവിടുന്ന് നമ്മൾ ദേവിയെ അയക്കുന്നത്. അതേപോലെ ഇവിടെ പകൽ തൊട്ട് ഇവിടെ ഭയങ്കര വിശേഷപ്പെട്ട ദിവസമാണ്. കുംഭകുടവും കാര്യങ്ങളൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം ഗരുഡനും താലപ്പൊലിയും അതേപോലെ തന്നെ ദേവിയെ അങ്ങോട്ടേക്ക് വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല തിരക്കുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ഇന്ന് ഇവിടെ ഈ ആഘോഷം പോലെ തന്നെ തമിഴ്നാട്ടിലും മധുരയിലും ക്ഷേത്രങ്ങളിൽ മലയാളത്തമ്മ വരുന്നതായിട്ടുള്ള ആഘോഷങ്ങൾ അവിടെയുണ്ട്. ഇവിടുന്ന് ദേവി പോയി കഴിഞ്ഞാൽ ഇനി 3 മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ വരത്തുള്ളൂ കരികുളങ്ങര ദേവി. അതുവരെ ഈ ക്ഷേത്രം പിന്നെ അടച്ചിട്ടിരിക്കുകയായിരിക്കും. പിന്നെ കർക്കിടക 1-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ താലപ്പൊലിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, എഴുന്നള്ളത്തുമൊക്കെ. അതിന് ശേഷം ഇവിടെ ഗരുഡൻ തൂക്കം ഒക്കെ ഉണ്ട്, ഗരുഡൻ പാവയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഇന്ന് രാത്രി മൊത്തം ഇവിടെ വിശേഷപ്പെട്ട പരിപാടികളൊക്കെ ആയിട്ടാണ്. അതിനുശേഷമാണ് ദേവി പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ വിഷു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോസും നമ്മുടെ വിഷു ആഘോഷങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.